ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു അടിപൊളി മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാലോ. അതായത് പൾപ്പി ഗ്രേപ്പ് ജ്യൂസാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കി കാണിച്ചു തരുന്നത്. ഇത് ഏതെങ്കിലും കടകളിൽ പോയിട്ട് നമ്മൾ വാങ്ങി കുടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള മുന്തിരി ജ്യൂസ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഈ ഒരു മുന്തിരി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് നമുക്ക് മനസ്സിലാക്കിയാലോ. അതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുന്ന കറുത്ത മുന്തിരി ഉണ്ടല്ലോ, അതായത് ചിലത് ചുവപ്പ് കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു മുന്തിരി ഒരു 1/2 കിലോ എടുത്ത് വെള്ളം ഒഴിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഇടുന്നു. എന്നിട്ട് ഇത് 20-30 മിനിറ്റ് വെള്ളത്തിലിടണം. അപ്പോൾ അതിൻ്റെ കെമിക്കലെല്ലാം പോകും. അതുപോലെ ഈ മുന്തിരി എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. ശേഷം ഗ്യാസ് സ്റ്റൗ ഓണാക്കി അത് കത്തിച്ച് അതിലേക്ക് സ്റ്റീലിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ആ പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നു. അത് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കിയ മുന്തിരി ആ ഒരു പാത്രത്തിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ മൊത്തം മുന്തിരി അതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അതിനെ അടച്ചു. അങ്ങനെ ഇത് 60 മിനിറ്റ് ചൂടായി തിളക്കാൻ വെക്കണം. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും അത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വെന്തിട്ട് മുന്തിരി പൊട്ടിയിട്ട് മുകളിലേക്ക് പൊങ്ങി വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് നല്ല പോലെ തിളക്കണം, എന്നാലേ മുന്തിരിയെല്ലാം നല്ല പൊട്ടിയിട്ട് നല്ല വെന്ത് വരുള്ളൂ. അപ്പോൾ ഇവിടെ മുന്തിരിയെല്ലാം നല്ല വെന്തിട്ടുണ്ട്. അങ്ങനെ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അല്പനേരം ഈ മുന്തിരി തണുക്കാൻ വേണ്ടി വെച്ചു. ഇവിടെ നോക്കുക, മുന്തിരി നല്ല വെന്തത് കൊണ്ട് ഇവിടെ ഈ വെള്ളത്തിൽ മുന്തിരിയുടെ കളർ കാണാൻ പറ്റും. പിന്നെ ആ സ്റ്റീൽ പാത്രത്തിൽ നിന്ന് ആ മുന്തിരി വെള്ളം മൊത്തം വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ച് മാറ്റി കൊടുക്കും. അന്നേരം അതിൽ ബാക്കിയാവുന്ന മുന്തിരിയിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുക. ശേഷം കൈകൊണ്ട് നല്ലപോലെ ഇളക്കിയിട്ട് മുന്തിരി എല്ലാം കയ്യിലെടുത്ത് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് മുന്തിരിയുടെ വേസ്റ്റൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ഇതേപോലെ മാറ്റണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മുന്തിരിയുടെ നീരെല്ലാം ആ ഒരു പാത്രത്തിൽ കിട്ടും. അവസാനം ഈ മുന്തിരി നീര്, അതായത് ഈ മുന്തിരിയുടെ വെള്ളം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാനിവിടെ ഒരു ജഗ്ഗിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ മുന്തിരി വെള്ളം എല്ലാം ഈ ഒരു ജഗ്ഗിലേക്ക് ഇതേപോലെ ഒഴിച്ച് മാറ്റി കൊടുക്കുന്നു. അതിനുശേഷം ഒരു കപ്പ് എടുത്ത് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. ഞാനിവിടെ ഏകദേശം 6 സ്പൂൺ കൂടുതൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ജഗ്ഗിൽ ഒഴിച്ച മുന്തിരി വെള്ളവും ഈ പഞ്ചസാര ഇട്ട കപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും ഏന്തണം. അതായത് അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് പഞ്ചസാരയും ഈ ഒരു മുന്തിരി വെള്ളം നന്നായി ഇതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്തു. അപ്പോൾ ഈ ഒരു മുന്തിരി ജ്യൂസിന് മധുരമെല്ലാം സെറ്റായി വരും. അടുത്തത് ഈ ജഗ്ഗിലെ മുന്തിരി ജ്യൂസ് ഫ്രിഡ്ജിൽ തുറന്ന് താഴത്തെ തട്ടിൽ ഈ ജ്യൂസ് തണുക്കാൻ വെക്കണം. ഒരു 2-3 മണിക്കൂർ തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത് നല്ല കട്ടിയായിട്ടുള്ള മുന്തിരി ജ്യൂസ് റെഡിയായി വരും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിൻ്റെ അകത്ത് നിന്ന് ആ ഒരു മുന്തിരി ജ്യൂസ് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഹെൽത്തി മുന്തിരി ജ്യൂസ് റെഡി, അതായത് നമ്മുടെ പൾപ്പി ഗ്രേപ്പ് ജ്യൂസ് റെഡിയായി കഴിഞ്ഞു. അങ്ങനെ ഈ ഒരു മുന്തിരി ജ്യൂസ് കുടിച്ച് നോക്കാൻ വേണ്ടി ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ഇനി ഞാൻ ഈ മുന്തിരി ജ്യൂസ് കുടിച്ചു നോക്കട്ടെ. നല്ല മധുരം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് അടിപൊളി ഇത്തരത്തിലുള്ള മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ യൂട്യൂബിൽ പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഈ വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.